CPT മോഡിഫയറുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മോഡിഫയറുകളാണ് 58 ആൻഡ് 78. എല്ലാവർക്കും 58 ആൻഡ് 78 തമ്മിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് 58 അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് 78 യൂസ് ചെയ്യുക എന്നുള്ളത്. സോ രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കാം. സോ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ 58ൻ്റെയും 78ൻ്റെയും ലാസ്റ്റ് ലൈനിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മോഡിഫയറുകളിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് എന്ന് മെൻഷൻ ചെയ്താൽ ഈ മോഡിഫയറുകൾ പിന്നീട് ഒരു സർജറിക്ക് ശേഷമുള്ള 90 ദിവസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിലുള്ള കാലാവധിക്ക് വരുന്ന കാര്യങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു 4 മാസമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നീട് ഈ മോഡിഫയർ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കാറ്റഗറികളിൽ നിങ്ങൾക്ക് ഈ രണ്ട് മോഡിഫയറുകൾ ഇട്ടിരുന്നാൽ അത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ട് മോഡിഫയറുകളും റിലേറ്റഡ് പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. സോ ഒരു സർജറിക്ക് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറിന് റിട്ടേൺ വരുന്നു എന്നുള്ളത് തന്നെയാണ് 58 ആൻഡ് 78. ഡിഫറൻസ് റിട്ടേൺ വരുന്നത് പ്ലാൻഡ് ഓർ നോട്ട് പ്ലാൻഡ്. സോ 58 എന്ന് പറയുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ പ്ലാൻഡ് ആയിട്ട് റിട്ടേൺ വരുന്നതും 78 എന്ന് പറയുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ അൺപ്ലാൻഡ് ആയിട്ട് റിട്ടേൺ വരുന്നതും. ഈ മോഡിഫയറിൻ്റെ റൂളുകൾ ക്ലിയർലി അറിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കീവേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ആണ്. ഒരുപാട് സാഹചര്യങ്ങളിൽ 1 ഇയറിന് ശേഷം അല്ലെങ്കിൽ 4 മന്തിന് ശേഷം ഒരു പ്രൊസീജിയർ വന്നു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു CPT കോഡുകളിൽ 58ഓ 78ഓ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. നമ്മളപ്പോൾ ഇതിനു മുമ്പ് ICDയുടെ കുറച്ച് എലിമിനേഷൻ കണ്ട പോലെ തന്നെയാണ് ഇപ്പോൾ ഈ മോഡിഫയറിൽ നമുക്ക് എലിമിനേഷൻ യൂസ് ചെയ്യാൻ നിന്ന് മനസ്സിലായി അല്ലേ. കാരണം പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് എന്നുള്ള ഈ ഒരു കീവേഡ് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ 4 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ 3 മന്ത് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഒരു പേഷ്യൻറ്റിന് എന്തിനെങ്കിലും ഒരു ആവശ്യത്തിന് വരികയും അതിൻ്റെ ഓപ്ഷനുകളിൽ 58ഓ 78ഓ കണ്ടാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് ക്ലിയർലി ഫോർ പോസ്റ്റ് ഓപ്പറേറ്റീവ്. അപ്പോൾ നമ്മളൊരു മോഡിഫയർ പഠിക്കുമ്പോഴും അതിൽ എലിമിനേഷനുള്ള എന്തെങ്കിലും റൂളുകൾ ഉണ്ടോ എന്ന് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.